എ വിജയരാഘവന്റെ മോശം പരാമർശത്തിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് സംഘമാണ് രമ്യയെ ആലത്തൂരിലെത്തി കാണുക. 2 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മലപ്പുറം SP പ്രതീഷ് കുമാറിന് കൈമാറും. തൃശൂർ റേഞ്ച് IGക്കാണ് കേസിന്റെ മേൽനോട്ട ചുമതല. LDF കൺവീനർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രമ്യയും രമേശ് ചെന്നിത്തലയും അടക്കം 3 പേരാണ് പോലീസിനെ സമീപിച്ചത്. രമ്യ ഹരിദാസ് ആലത്തൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി പാലക്കാട് SP ഇന്നലെ മലപ്പുറം SPക്ക് കൈമാറിയിരുന്നു. മലപ്പുറം SPയാണ് തിരൂർ ഡിവൈഎസ്പി ബിജു ഭാസ്കറിന് അന്വേഷണം കൈമാറിയത്. രമ്യ ഹരിദാസിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പൊന്നാനി, തിരൂർ, കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം തിരൂർ ഡിവൈഎസ്പി ഓഫീസിൽ ചേർന്നു. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയും യൂത്ത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് നൽകിയ പരാതിയും രമ്യയുടെ പരാതിക്കൊപ്പം അന്വേഷിക്കും. അതേസമയം വിവാദ പരാമർശത്തെക്കുറിച്ച് അറിയില്ലെന്ന ഇന്നലത്തെ നിലപാട് CPM സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നും ആവർത്തിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗത്തിൽ കേസെടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥരെത്തിയത്. രമ്യയുടെ മൊഴിയും നിയമോപദേശവും അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1 പൊന്നാനി.